നിങ്ങൾ പലതിൻ്റെയും പുറകെ പോകാതിരിക്കുക. അനുഭവജ്ഞാനം കൊണ്ട് പലരും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പം അതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ചെയ്തു നോക്കാൻ തയ്യാറാവണം. അധികം പൈസ ചിലവൊന്നുമില്ല. നിങ്ങൾ വാങ്ങുന്ന ഒരുപാട് മായം ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലുപൊടി വാങ്ങാനുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് വാങ്ങാനുണ്ട്, പലതിലും എന്തൊക്കെയാണ് അതിൽ മിക്സ് ആകുന്നത്. ഇപ്പോൾ ചാണകപ്പൊടി വാങ്ങിയിടുന്ന ആൾക്കാരുണ്ട്. മുൻപ് പശുക്കളെ അഴിച്ചുവിട്ട് പശുക്കൾക്ക് ഇഷ്ടമുള്ള പച്ചിലകൾ തിന്ന് വളർന്ന പശുക്കളുടെ ചാണകത്തിന് ഗുണമേന്മയുണ്ടായിരുന്നു. ഇന്ന് പശുക്കൾക്ക് അതല്ല കൊടുക്കുന്നത്. പശുക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ്, പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സുനന്ദിനി, കാലിത്തീറ്റ, അങ്ങനെ പലതരത്തിലുള്ള കാലിത്തീറ്റകൾ തിന്ന് വളരുന്ന ആ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് എന്ത് ഗുണമുണ്ടാവുമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആ ചാണകത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ചാണകം ഇട്ടിരുന്നു ഞാനും, പക്ഷേ ആ ചാണകത്തേക്കാൾ കൂടുതൽ ഗുണം ചെയ്യും. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെപ്പോലെ നിങ്ങൾക്കും ആദായം ഉണ്ടാക്കാൻ കഴിയും. ഓരോ കർഷകരോടും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പറമ്പ് 10 ഏക്കർ ആയിക്കോട്ടെ, 1 ഏക്കർ ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ചെറിയൊരു ഭാഗത്ത് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ. അതിന്റെ മാറ്റങ്ങൾ സസ്യങ്ങൾക്കും മണ്ണിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ തനിയെ ചെയ്യും, തനിയെ വാങ്ങും, ചോദിച്ചു വാങ്ങും. തീർച്ചയായിട്ടും അത് സാറേ, നമ്മള് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളല്ലേ റബ്ബറിന് കൊടുക്കുന്നത്? അങ്ങനെയുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റബ്ബറിന് സൂപ്പർ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇപ്പോഴും ഇല കൊഴിയുന്ന സമയമാണ്. അപ്പോഴും എന്റെ പ്രൊഡക്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഷീറ്റിന്റെ ആ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഷീറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഏകദേശം ഒരു 800 ഗ്രാമിൽ മുകളിൽ വരുന്നില്ല ഷീറ്റ്? കടയിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഷീറ്റ് നീളവും വീതിയും. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്നിവിടെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം വളക്കയിലെ നമ്മളെ പ്രിയപ്പെട്ട ജനാർദ്ദൻ സാറിൻ്റെ ഒരു 3 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിതീഷ് തൊളത്തുവയൽ. നമ്മളിന്ന് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ വളക്കയിലെ നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദൻ സാറിന്റെ ഏകദേശം ഒരു 3 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് കർഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞൊരു 3-4 മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഈ കാണുന്ന ഉൽപ്പന്നങ്ങൾ, ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള സസ്യത്തിന് ആവശ്യമായ NPK, ഷേത്ത്, സ്റ്റിംറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഏകദേശം കവുങ്ങ്, തെങ്ങ്, റബ്ബർ, അതുപോലെ തന്നെ കുരുമുളക് എന്നിവയ്ക്ക് ഉപയോഗിച്ചതിന്റെ ഒരു മാറ്റമാണ് സാർ ഇന്ന് കർഷകർക്ക് മുന്നിലേക്ക് അതിന്റെ ഒരു അനുഭവം പങ്കിടുന്നത്. നമുക്കറിയാം, നമ്മുടെ നെറ്റ്സർഫിന്റെ കമ്പനിയെ കുറിച്ച് നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങളിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം സംഭാവനകൾ നൽകുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത്. അതിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NPK, അതുപോലെ തന്നെ വളപ്രയോഗം, സൂക്ഷ്മ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷേത്ത്, ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള സ്റ്റിംറിച്ച് എന്നീ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കർഷകനായ പ്രിയപ്പെട്ട ഒരു ജവാൻ കൂടിയാണ്. ഒരുപക്ഷെ ജയ് ജവാൻ എന്ന് നമ്മൾ ആദ്യം പറയുമ്പോൾ രണ്ടാമത് പറയുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ജയ് കിസാൻ എന്ന് പറയുന്നതാണ്. അപ്പോ ജവാനിൽ നിന്നും ഒരു കർഷകനിലേക്കുള്ള ഒരു പരിവേഷമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഈ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അദ്ദേഹം നമ്മളോട് പരിചയപ്പെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉപയോഗിച്ചതിന്റെ രീതിയും ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാറേ നമസ്കാരം. നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു 3-4 മാസക്കാലമായി സാർ ഇപ്പോൾ സാറിന്റെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് സാറിന്റെ ഈ ഒരു സാറിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാറിന് എത്ര വർഷമായി കാർഷിക മേഖലയിൽ നിന്നും അതിന് പിന്നെ നമ്മുടെ സാധാരണ വളപ്രയോഗം ഉപയോഗിക്കുന്നതും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിനീതമായി അനുഭവം വിവരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കാർഷിക വൃത്തിയുമായി കൂടുതൽ ബന്ധമുണ്ടായിരുന്നില്ല എനിക്ക്. കാരണം അച്ഛനും അപ്പൂപ്പന്മാരൊക്കെ തന്നെ അവർ കൃഷിക്കാരായിരുന്നു. അവർ ചെയ്യുന്ന കൃഷി കണ്ടു വളർന്ന കൂട്ടത്തിലാണ്. അതായത് ചാണകവും ചാരവും ജൈവവളങ്ങൾ അങ്ങനെ അവർ ഉൽപ്പാദിപ്പിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വളപ്രയോഗം മാത്രമേ കണ്ടുള്ളൂ. അതുകൂടാതെ കുറച്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഞാൻ ജോലിക്കാര്യങ്ങളുമായി സൈന്യത്തിൽ ചേർന്നു. അതിനുശേഷം കൃഷിയുമായി കൂടുതൽ ബന്ധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് പൂർണ്ണമായും ഞാൻ കൃഷിയിലേക്ക് അല്പം ശ്രദ്ധ പതിക്കുന്നത്. അപ്പോൾ കൂടുതലായി ഇംഗ്ലീഷ് വളം പ്രയോഗം ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂറിയ, ഫാക്ടം ഫോസ്, പൊട്ടാഷ് അങ്ങനെയുള്ള വളങ്ങളുടെ പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ ഉപയോഗിക്കാം, കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും ഓരോ വിധത്തിലായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു സമ്മറി എടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഇതെനിക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. അതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ പഠിച്ചു.
അതിനുശേഷമൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. പലരോടും ഇത് ഉപയോഗിച്ചിട്ടുള്ള പല ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞൊരു അനുഭവം അനുസരിച്ച് ശരി ആദ്യം ഇതൊന്ന് വാങ്ങി പരീക്ഷിക്കാം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വാങ്ങുന്നത്. കാരണം ഒരുപാട് വളം വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടിക്കൂലി കൊടുക്കണം, ചാക്ക് കണക്കിന് വളം വാങ്ങിക്കൊണ്ടുവന്ന് അത് ചുമന്ന് ഓരോന്ന് തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും ഒക്കെ ഇങ്ങനെ കയറി കൊണ്ടുവന്ന് ഇടാൻ തന്നെ അതിനുള്ള ലേബർ ചാർജ് അതൊരുപാടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അല്പം മാറ്റം ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷയോട് മാത്രമാണ് ഞാനിതൊന്ന് പരീക്ഷണാർത്ഥം ഇത് വാങ്ങിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് ഒരു സെറ്റിന് എന്ത് വിലയാവും? അപ്പം മറ്റുള്ള വളം വാങ്ങുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വില കുറവാണ്. അങ്ങനെ 2 സെറ്റ് വളം വാങ്ങി ഞാൻ. ആ വളം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ക്വിക്ക് ആക്ഷൻ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഒരു വളം പ്രയോഗം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാത്തിരിക്കാതെ അതിന് സൈഡ് എഫക്റ്റ് ഇല്ലാതെ അതിൽ നിന്ന് മെച്ചമായ ഒരു ആദായം കിട്ടുക എന്നുള്ള ഒരു നിലയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തോട്ടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വളരെ മുരടിച്ച് നിന്ന കമുകിനും തെങ്ങിനും ഒക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചും പ്രയോഗിച്ച് നോക്കി. പക്ഷേ ഒരു 1.5 മാസം കൊണ്ട് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റം, അതിൻ്റെ വളർച്ച, ആ ഗ്രോത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്താണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ തോട്ടത്തിലാണ് നിൽക്കുന്നത് ദേഹത്തോടൊപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷമാണ്. കാരണം ഇപ്രാവശ്യം മാറി മറിഞ്ഞു വന്ന കാലാവസ്ഥ, കുരുമുളകിലൊക്കെ അല്പം നന്നായി കുരുമുളക് പിടിച്ചപ്പോഴും പെട്ടെന്നുണ്ടായ മഴ, അതിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടും ഈ വളപ്രയോഗത്തിലാണ്. അതിൻ്റെ വിശ്വാസത്തെ അല്പം കൂടെ ഒരു 10 മടങ്ങ് വർദ്ധിപ്പിച്ചു എന്ന് പറയാം. പിന്നെ കമുകൻ തൈകളിലും തെങ്ങിൻ തൈകളിലും കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നട്ടുപടത്തുന്ന ഓരോ സാധനങ്ങളിലും ഓരോ തിരി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഒരുപാട് ഇതാണ്. അപ്പോൾ അത് ആരോഗ്യത്തോടെ വരുന്നത് കണ്ടാലോ ആ ആഹ്ലാദത്തിന് അല്പം കൂടെ മാറ്റുകൂട്ടില്ലേ? ആ ഒരു ഇതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഫീലിങ്സ്. അപ്പോൾ ഇനി എൻ്റെ തോട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഏവർക്കും സ്വാഗതം. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രകാലം വർഷങ്ങളോളമായിട്ട് കൃഷി നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിത്. പക്ഷേ ഞാൻ കൃഷി ഏറ്റെടുത്ത് നടന്നു തുടങ്ങിയിട്ട് 4 വർഷമാകുന്നു. ഈ 4 വർഷത്തിൽ ഞാൻ ചെയ്ത വളപ്രയോഗങ്ങളിൽ പക്ഷേ ഇതിൽ നിന്നുണ്ടായ മാറ്റം, ഇതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന ആദായം, അത് എന്നെ ഒരുപാട് സന്തോഷമാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കർഷകന്റെ മനസ്സിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് നമ്മൾ കണ്ടത്. നിരവധിയായിട്ട് വളപ്രയോഗങ്ങൾ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ തോട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഒരു കർഷകനും ഒരു ജവാനുമായിട്ടുള്ള പ്രിയപ്പെട്ട ജനാർദ്ദൻ സാർ നമ്മോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ കൃഷിയുടെ നമുക്കൊന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷെ എങ്കിലും സാറിനോട് ചോദിക്കുകയാണെങ്കിൽ പൊതുവെ നമ്മൾ റബ്ബറിന് ചെയ്തപ്പോൾ നമ്മൾ റബ്ബറിനെ ചെയ്തു, കവുങ്ങിന് ചെയ്തു, തെങ്ങിന് ചെയ്തു, കുരുമുളകിന് ചെയ്തു. നമുക്ക് റബ്ബറിന് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ? റബ്ബറിന് പൊതുവെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നത് മിക്സർ 18 അതായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് എൻ്റെ ഫാദറിൻ്റെ കാലം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളം ഇത് തന്നെയായിരുന്നു, 18. അത് വാങ്ങിക്കൊണ്ടുവരും. മിക്സറാണത്. അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഓരോ മരത്തിനും 1 കിലോ വീതം ഇടും. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം 10 വർഷം പ്രായമായ റബ്ബറാണ്. ഈ 10 വർഷം പ്രായമായെങ്കിലും അതിനെ ആദ്യത്തെ സീസണിൽ ഒരു 60 ദിവസം ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 60 ദിവസം 65 ദിവസത്തോളം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ സീസണാണ് ടാപ്പ് ചെയ്യുന്നത്. ചെറിയ മരമാണ്. അപ്പോൾ ആദ്യത്തെ വർഷം ടാപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ് ഇതിന് വളപ്രയോഗം നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് 1-2 മഴ പെയ്തു. അതിനൊക്കെ ശേഷമാണ് ഇത് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു 5-6 ഷീറ്റ് പോലെ, അങ്ങനെ കൂടി ഒരു 7 ഷീറ്റ് വരെ കിട്ടിയിരുന്നു. ഒരു 60 ദിവസം ടാപ്പ് ചെയ്ത് നിർത്തി 1-2 വിട്ട ദിവസങ്ങളിലാണ് ടാപ്പ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ സീസണിൽ വീണ്ടും ടാപ്പ് ചെയ്തു 8-9 ഷീറ്റോളം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ വളമല്ല ഞാൻ ചെയ്തത്. ഇപ്രാവശ്യം നിങ്ങൾ ഈ കാണുന്ന പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വ്യക്തമായി ഇത് ഏജൻസിയിൽ കൊണ്ടുവരുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ വളം പ്രയോഗിക്കാം, എങ്ങനെ ഇത് മിക്സ് ചെയ്യാം, 1 ലിറ്റർ വെള്ളത്തിൽ എത്ര മില്ലി വീതം ചേർക്കണം, അങ്ങനെയൊക്കെ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ആ വളപ്രയോഗം നടത്തി. ഈ വർഷം എനിക്ക് കിട്ടുന്നത് 15 ഷീറ്റിലേറെയാണ്. അതായത് 10 കിലോയിൽ മേലെ ഷീറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇല കൊഴിച്ചിലായതുകൊണ്ട് അല്പം പാൽ കുറവുണ്ട്, എന്നാൽ കൂടി ഒരുപാട് മാറ്റമുണ്ട്. അതായത് റബ്ബറിന് 9 ഷീറ്റ് 8-9 ഷീറ്റിൽ നിന്ന് 15 ഷീറ്റ് വരെ ഒരു 100 മരത്തിൽ അല്ലേ? 100 മരത്തിൽ നമുക്ക് ലഭിച്ചു. അതിന്റെ ഇത് നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഈ ഒരു സമയത്ത് ഇല പൊഴിയുന്ന സമയത്ത് പാല് കുറവായിരിക്കും. പാല് കുറഞ്ഞ് വളരെയധികം കുറഞ്ഞ ഒരു ഈൽഡാണ് നമുക്ക് ലഭിക്കുക. ആ ഒരു സമയത്ത് പോലും നമുക്ക് ഒരു 9 ഷീറ്റ് വരെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലൂടെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നുണ്ടുമ്പോൾ ഒരു ബൂമിംഗ് ഉണ്ടെങ്കിലും അത് തുടരെ നിൽക്കുകയില്ല, സ്റ്റെബിലിറ്റി കിട്ടുകയില്ല. പക്ഷെ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈൽഡ് കൂടുതലായിട്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പാലിന് കട്ടി കൂടുതലുണ്ട്. DRCയിൽ മാറ്റം വരുന്നുണ്ട്. DRCയിൽ മാറ്റം വന്ന് അത് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 414 ആണ് ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഏതാ മരം 105 ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 105ന്റെ മരത്തിന് പൊതുവെ പാല് കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ
ബാക്കി പാലുകൾക്ക് നാടൻ മരം പോലുള്ള ചില മരങ്ങളുണ്ട് 414 പോലുള്ള അതിലൂടെ പാല് വളരെ കുറവ് കൂടുതലുണ്ടാവും പാല്, പക്ഷെ അതിന് കൊഴുപ്പുണ്ടാവില്ല. 3 ലിറ്റർ പാലോളം ഒഴിച്ചാൽ പോലും ഒരു ഷീറ്റ് 700 ഗ്രാമിൽ കുറവേ നിൽക്കുള്ളൂ. ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മിക്സ് ആയിട്ടാണ് 115 മരം 105 മരമുണ്ട്, അതുകൂടാതെ കുറച്ച് മരങ്ങൾ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ മിക്സ് ആയിട്ടാണ് പാൽ ഒഴിക്കാറ്. ഞാൻ ഒരു 1.25 ലിറ്റർ പാലാണ് ഒരു ഷീറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിഷിൽ ഒഴിക്കാറുള്ളത്. 1.25 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും എനിക്ക് 800 ഗ്രാമിന് മുകളിൽ ഒരു ഷീറ്റ്, അതാണ് എൻ്റെ ഒരു കണക്ക്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മുടെ വളപ്രയോഗം ചെയ്ത് 1.25 ലിറ്റർ കൊടുത്തുമ്പോൾ തന്നെ ഒരു 800 ഗ്രാം ഉള്ള ഷീറ്റുകളും നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അതിനാണ് റബ്ബറിന് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് റബ്ബർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്വിക്ക് ആക്ഷനാണ്. റബ്ബറിന് ഇപ്പം ടാപ്പ് ചെയ്ത് നമുക്കൊരു 3 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം മനസ്സിലായി തുടങ്ങും. അപ്പോൾ അതുകൂടാതെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് പറമ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു പച്ചപ്പ് കാണാൻ കഴിയുന്നത് മഞ്ഞ നിറത്തിലുള്ള ഓല, തെങ്ങിൻ്റേതും കവുങ്ങിൻ്റേതും ഓലകൾ ഇങ്ങനെ മഞ്ഞപ്പ് പിടിച്ചിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ നിൽക്കുമായിരുന്നു. ഈ വളപ്രയോഗം നടത്തിയതിന് ശേഷം ആരോഗ്യത്തോടു കൂടി നല്ല പച്ചപ്പോട് കുരുത് നിങ്ങൾക്ക് എൻ്റെ തോട്ടം കണ്ടാൽ മനസ്സിലാവും. അത്രമാത്രം നല്ല ഗ്രീൻ കളറാണ്, അത്രമാത്രം ഇതുണ്ട്. ഒരു മഞ്ഞ നിറത്തിൽ നിന്ന് മാറിയിട്ട് സാധാരണ മുൻപൊക്കെ ഇതിന് അല്പം ഒരു ചൂടുകാലം തുടങ്ങി കഴിയുമ്പോൾ തുരിശും കുമ്മായും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പം അത് നിർത്തി ഈ വളപ്രയോഗം ഉള്ളി നനയ്ക്കും പറമ്പ്. അല്പം നനച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ചാൽ മതി. നല്ല പച്ച നിറത്തിൽ എൻ്റെ തോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ റബ്ബറിന്റെ വിശേഷങ്ങളാണ് സാർ പറഞ്ഞത്. നമുക്ക് ഇതും കൂടെ ഒന്ന് ഈ തോട്ടത്തിലൂടെ കാണാം. കാരണം മഞ്ഞളിപ്പിന് പോലും മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുരുമുളകിനാണ് സാർ പറഞ്ഞു, മഴ അധികമായിട്ട് പോലും കുരുമുളക് ഒന്നുപോലും പൊഴിഞ്ഞു പോവാതെ നമുക്കത് ഈൽഡ് മുഴുവനായിട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹാപ്പി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ NPK ഷേത്ത് സ്റ്റിമറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിവിടെ കാണാം. സാറിന്റെ ഈ ഒരു അനുഭവം സാർ പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് സാർ. കാരണം സാറിനെ പോലുള്ളവരുടെ അനുഭവങ്ങളാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. അത് കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കൃഷി ചെയ്ത് നഷ്ടമല്ലേ? കൃഷിയിൽ നിന്ന് എന്ത് കിട്ടാനാണ്? എല്ലാ സാധനങ്ങളും പുറത്ത് വാങ്ങാൻ കിട്ടും, പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കർഷകനില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഒന്നും ഒരു അടിസ്ഥാനം ഉണ്ടാവില്ലെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ കൃഷി ലാഭമാണ്, അത് ലാഭമാക്കിയെടുക്കാൻ കഴിയണം. അറിവില്ലായ്മയിലൂടെയാണ് ആൾക്കാർ പല വളങ്ങളും പല കീടനാശിനികളും വാങ്ങി ചെയ്യും. പക്ഷേ അതിൽ നിന്ന് അതിൻ്റെ ഒരു ആദായം കിട്ടി വരുമ്പോൾ വളം വാങ്ങിയതിൻ്റെ പകുതിയെ കിട്ടൂ. അതൊക്കെയാണ് നഷ്ടം. അപ്പോൾ ഏത് വളം എങ്ങനെ, അത് നമ്മുടെ സ്വയം ബുദ്ധിയോട് ചിന്തിച്ച് ചെയ്യുക. അപ്പം അതിലേക്ക് മാറി എല്ലാവരും കൃഷി ലാഭമാക്കി വരാൻ കഴിയും. തീർച്ചയായിട്ടും ഇതുപോലുള്ള ആധുനിക ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജൈവ കൃഷിയിലൂടെ മണ്ണിനെയും മനുഷ്യനെയും സസ്യങ്ങളെയും ഒക്കെ നമുക്ക് വീണ്ടെടുത്തുകൊണ്ട് ആദായകരമായ കൃഷിയിലൂടെ പോകാൻ പറ്റും എന്നുള്ളതാണ് സാറിന്റെ ഒക്കെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു 3-4 മാസത്തെ സാറിന്റെ ഒരു അനുഭവം നമ്മളോട് വിശദീകരിച്ചാണ്. ഇനി തുടർന്നുള്ള മാസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കൃഷിക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും 19ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നതാണ്. 57 വയസ്സിൽ റിട്ടയർമെന്റ് ആകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സ്ഥിരമായി കൃഷി തുടങ്ങുന്നത്. സ്ഥിരമായി കൃഷി തുടങ്ങിയിട്ട് 4 വർഷം. ഈ 4 വർഷം കൊണ്ടുണ്ടാകുന്ന അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ കൃഷിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ കർഷക കുടുംബം ആയതുകൊണ്ട് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ കർഷകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയും പറമ്പുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, മണ്ണുമായൊരു ബന്ധമുണ്ട് എനിക്ക്. പക്ഷേ അത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ പറമ്പിൽ പച്ചക്കറികൾ ഞാൻ സ്വയം കൃഷി ചെയ്യാറുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വളം ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് റബ്ബർ, കുരുമുളക്, തെങ്ങ് ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹാപ്പിയാണ് ആ ഒരു കാര്യം കൊണ്ട് മാത്രം. തീർച്ചയായിട്ടും ആ ഒരു സാറിന്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ടാണ്, ആ ഒരു അനുഭവ കുറിപ്പാണ്. തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് സാറിന്റെ കർഷകരോടുള്ള അഭിപ്രായം. കാരണം ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു അഭിപ്രായമുള്ളൂ, നിങ്ങൾ പലതിൻ്റെയും പുറകെ പോകാതിരിക്കുക. അനുഭവജ്ഞാനം കൊണ്ട് പലരും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പം അതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ചെയ്തു നോക്കാൻ തയ്യാറാകണം. അധികം പൈസ ചിലവൊന്നുമില്ല. നിങ്ങൾ വാങ്ങുന്ന ഒരുപാട് മായം ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലുപൊടി വാങ്ങാനുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് വാങ്ങാനുണ്ട്, പലതിലും എന്തൊക്കെയാണ് അതിൽ മിക്സ് ആകുന്നത്. ഇപ്പോൾ ചാണകപ്പൊടി വാങ്ങിയിടുന്ന ആൾക്കാരുണ്ട്. മുൻപ് പശുക്കളെ അഴിച്ചുവിട്ട് പശുക്കൾക്ക് ഇഷ്ടമുള്ള പച്ചിലകൾ തിന്ന് വളർന്ന പശുക്കളുടെ ചാണകത്തിന് ഗുണമേന്മയുണ്ടായിരുന്നു. ഇന്ന് പശുക്കൾക്ക് അതല്ല കൊടുക്കുന്നത്. പശുക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ്, പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സുനന്ദിനി, കാലിത്തീറ്റ, അങ്ങനെ പലതരത്തിലുള്ള കാലിത്തീറ്റകൾ തിന്ന് വളരുന്ന ആ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് എന്ത് ഗുണമുണ്ടാവുമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആ ചാണകത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ചാണകം വിട്ടിരുന്നു ഞാനും, പക്ഷേ ആ ചാണകത്തേക്കാൾ കൂടുതൽ ഗുണം ചെയ്യും. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെപ്പോലെ നിങ്ങൾക്കും ആദായം ഉണ്ടാക്കാൻ കഴിയും. ഓരോ കർഷകരോടും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പറമ്പ് 10 ഏക്കർ ആയിക്കോട്ടെ, 1 ഏക്കർ ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ചെറിയൊരു ഭാഗത്ത് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവൂ. അതിന്റെ മാറ്റങ്ങൾ സസ്യങ്ങൾക്കും മണ്ണിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ തനിയെ ചെയ്യും, തനിയെ വാങ്ങും, ചോദിച്ചു വാങ്ങും.
തീർച്ചയായിട്ടും അത് തന്നെയാണ് സാറും ചെയ്തത്. ഒരു ഭാഗത്ത് യൂസ് ചെയ്തു, അതിനുശേഷം ഈ തോട്ടം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ. അത് തന്നെയാണ് കർഷകർക്ക് വേണ്ട ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സാറിനോടുള്ള ഈ ഒരു നന്ദി. കാരണം ഇത്രയും ഒരു അനുഭവങ്ങൾ കർഷകരിലേക്ക് ഒരു പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ മറ്റു വളങ്ങൾ നിരവധിയായിട്ട് ഉപയോഗിച്ച് അതിൽ നിന്നും ഒരു മനസ്സുമെടുക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു വെള്ളി വെളിച്ചം, ഒരു വിപ്ലവകരമായൊരു തുടക്കം, ഒരു മാറ്റമാണ് നെറ്റ്സർഫിന്റെ ഈ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. എല്ലാ വിളകൾക്കും നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ഉപയോഗിച്ചാൽ നിരവധിയായിട്ടുള്ള റിസൾട്ട് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മണ്ണ് കിളച്ച് കോരി കുഴിയുണ്ടാക്കി തടം കോരി തടത്തിലിട്ട് മൂടി ഒന്നുമില്ല. നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക, ഒരു അനുപാതമുണ്ട്, ആ അനുപാതത്തിൽ മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മണ്ണിലേക്ക് അപ്ലൈ ചെയ്തു. ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്യാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും ലേബർ കോസ്റ്റ് നമുക്ക് കുറവാണ്. ഒരുപാട് അതുപോലെ സസ്യങ്ങളുടെ പച്ചപ്പ് ഈ നമ്മളുടെ ടൈം അനുസരിച്ച് ഭാര്യയും മക്കളൊക്കെ കൂടുതലുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി ഓരോ ബക്കറ്റിൽ കലക്കി എടുത്തിട്ട് ഒഴിക്കാൻ കഴിയും. നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അർത്ഥം സ്വന്തമായി ചെയ്യാൻ കഴിയും. ഇതെല്ലാം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കമ്പനി പറയുന്ന 25% to 40% ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇത്ര സാധനങ്ങൾ, ഇത്രയും പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വണ്ടി വിളിച്ചിട്ട് 15 ചാക്ക് വളം കൊണ്ടുവരുന്നതിന് തുല്യമാണ് ഇത്രയും പ്രൊഡക്റ്റ് ഒരു ചെറിയ സഞ്ചിയിലിട്ട് കയ്യിൽ പിടിച്ച് കൊണ്ടുവരാൻ കഴിയും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് വീഴ്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ചെറിയൊരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ കാണുവാൻ വേണ്ടി പറ്റും. നന്ദി സർ, നമസ്കാരം. നമുക്ക് അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാം. പലതും പോയ സസ്യത്തെ പോലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം, കാണാം. താങ്ക് യു വെരി മച്ച്.